മിടുക്കൻ. ഇത് പിടിക്കടാ. ഞാനും താഴെ പോയി നോക്കി വെച്ച് വരാം. അയ്യോ പാവല്ലേ. അവൻ്റെ ഒരു പാവം. ആ തോട്ടത്തിൻ്റെ കിഴക്കേ മൂലയ്ക്ക് ആ വലിയ തേക്കിൻ്റെ താഴെ 19 കിലോ വരും. ഒരാളെ ഇവിടെ കൂട്ടിക്കും. ശരി. നീ വാറ്റടിച്ചിട്ടുണ്ടോ? വാറ്റിയാരൻ നല്ല എരിവുള്ള പന്നിക്കറിയും കൂട്ടി അടിച്ചിട്ടുണ്ടോ? നിന്നെ ഞാൻ അടുപ്പിക്കും. വീട്ടിലറിഞ്ഞ എന്നെ കൊല്ലും. അടിച്ചില്ലേ നിന്നെ ഞാൻ കൊല്ലും. കിഴക്ക് നിന്നൊരു വരുത്തം വന്നത് ഞാൻ അറിഞ്ഞടി മാറിയേ. പുഴക്കരയില് മീൻ പിടിക്കണ ഞാൻ കണ്ടേ. ആടി നിക്കണ പാമ്പേ, പാടി നിക്കണ പാമ്പേ, നിന്റെ പല്ല് ഞാൻ പറിക്കും. ആ അടിക്കണ പാമ്പിന്റെ പുല്ല് ഉറയും. അയ്യത്തെ ചക്ക കെട്ടത് ആരാ? അയ്യത്തെ ചക്ക കട്ടത് നീയാണോ? ചേട്ടത്തിയുടെ ചക്ക കട്ടത് ഞാനല്ല. കൊലച്ചൊറി ഏത്തൻ കട്ടത് നീയാണോ? കൊലച്ചെറി ഏത്തൻ കട്ടത് ഞാനല്ല. ചേട്ടത്തിയുടെ ചേന കട്ടത് നീയാണോ? ചേട്ടത്തിയുടെ ചേന കെട്ടത് ഞാനല്ല. ചേട്ടത്തിയുടെ ഒലക്ക കെട്ടത് നീയാണോ? അയ്യോ അയ്യോ അയ്യോ, ഞാൻ ഒന്നും കേട്ടില്ല, ഞാൻ ഒന്നും കേട്ടില്ല. എന്നാലും നീ എന്നതാടാ കേട്ടത്? മനസ്സ്. എന്നതാ? മനസ്സ് മനസ്സ്. ചേട്ടത്തിയുടെ മനസ്സ് കേട്ടത് ഞാനാണ്. ഈ ഞാനാ മനസ്സ് കേട്ടത് ഞാനാണ്. വാ, തേനും മാറ്റും ചേർത്തടിച്ചിട്ട് നുണ പറയുന്നോടാ. കറിക്കല്ലത്തിലെ മണം പടർന്നപ്പോ കൊതി പിടിക്കുന്നോടാ. കറിക്കല്ലത്തിലെ മണം പരന്നപ്പം കൊതി പിടിക്കുന്നോടാ. എടവേ മണം പിടിക്കുന്നോടാ. സത്യരേഷ കള്ള സത്യം പറയടാ. ചേട്ടത്തിയുടെ കോടക്കാലത്തിൽ നഞ്ചുകലക്കിയത് നീയാണോ? അതു പിന്നെ മോഴ കുടിച്ചെന്ന് പോളി പറഞ്ഞത് നീയല്ലേ? ചേട്ടത്തിയുടെ മനസ്സ് കേട്ടത് ഞാനാണ്. ചേട്ടത്തിയുടെ മനസ്സ് കേട്ടത് ഞാനാണ്. ചേട്ടത്തിയുടെ കാന്താരി ചമ്മന്തി പന്നിയിറച്ചി നിന്ന് നരകത്തിലോട്ട് പോട്ടന്റെ ജോസഫേ, 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 നരകത്തിലോട്ട് പോട്ടന്റെ ചേട്ടത്തിയുടെ കാന്താരി ചമ്മന്തി
തൊട്ട് നരകത്തിലോട്ട് പോട്ടന്റെ ജോസഫേ. വാള് വെച്ച് നാട്ടിക്കാതെ എണീറ്റ് പോടാ. ഇനി അങ്ങ് തൂറുടെ ചീട. അടങ്ങിയിടാ അവിടെ. പിടിച്ചേ. ഞാൻ പോയി 10 എണ്ണി കഴിയുമ്പോൾ നീ ഇത് കത്തിക്കണം. പറയുന്നത് കേട്ടോ? മനസ്സിലായോ? 10. എന്നതാടി ഇന്നും ഇവിടെ അങ്ങാണ്ട് വെടി പൊട്ടിയില്ലോ. എന്നതാണ് എന്നതാ വർക്കിച്ചായ? കൂടുതൽ വിളിച്ചെടുത്താണ്ടല്ലോ ഞാൻ വിളിച്ചു പറയും നീ എന്നെ വിളിച്ചു കയറ്റിയെന്ന്. ഒരു ഉമ്മതാടി ഇതിനി എന്നതാണാവോ? നോക്കട്ടെ നോക്കട്ടെ. ടോർച്ച് ഇങ്ങോട്ട് അടിച്ച്. ഇവിടെ ആരുമില്ലടാ. ഓക്കെ, യെസ്. ഫോക്കസ് ആയിട്ടില്ല, ഒന്നുകൂടെ തരണേ. താടി അങ്ങനെ താ. എന്നാ പിന്നെ പെട്ടെന്താ. ഇപ്പൊ ഓക്കെ. അപ്പൊ ചേട്ടൻ നാളെ വരാം. പോകുമ്പോ നിന്നെ വണ്ടി അടിച്ച് ചവിട് പട്ടി. അങ്ങനെ പറയല്ലേ, നാളെ ചേട്ടൻ തീർച്ചയായിട്ടും വരും. ഞാൻ എന്റെ അപ്പായോട് പറഞ്ഞു കൊടുക്കും. ഒരാഴ്ച നിന്റെ അപ്പ ആശുപത്രി കിടന്ന ഓർമ്മയുണ്ടല്ലോ. ബൈ. എന്നേലും ആവശ്യമുണ്ടെന്ന് കൂയച്ചാ മതി കേട്ടോ. എന്നാ അവർക്ക് ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ. എന്നാ നാശമൊക്കെ ആണോ എന്തോ. ഞാനങ്ങ് പേടിച്ചു പോയി. എന്റെ ഈശോയെ. എടിയേ, ഇനി വല്ല ഉൽക്കാൻ പറ്റാ വീണതാണോടി? ഉൽക്ക വീണത് ഇവിടെ അല്ല മനുഷ്യ, എന്റെ തലയില. 10-40 കൊല്ലം മുമ്പേ നിങ്ങളെ കെട്ടി അന്ന്. ഹലോ എടാ, നീ എവിടെ പോയി? മേലെ എന്നെ പരിപാടിക്ക് വിളിച്ചേക്കരുത്. ഭാഗ്യം കൊണ്ടാ ഞാൻ രക്ഷപ്പെട്ടത്. ഇനി തന്നെത്താൻ പോയി ഉണ്ടാക്കിയാൽ മതി കേട്ടോ. വീട്ടിൽ പോയി ചട്ടയ്ക്ക് എണ്ണം കൊടുക്കടാ. ശരി സാർ. അവൻ നോക്കിയാടാ. ഇതിന് എന്നാ വിലയാവും?
അതിന് നമുക്കെന്നാ പ്രശ്നം? അത് കുഴപ്പമില്ല. ഇയാളുടെ ഒരു ചെവി തന്നെ അങ്ങനെ ചുരുണ്ടിരിക്കുന്ന വല്ല പട്ടിയോ മറ്റോ കടിച്ചതാണോ? ഹേയ്, പട്ടിയും പൂച്ചയൊന്നും അല്ല. അയാൾക്കൊരു പൊന്നുമോനുണ്ട്. അവൻ കൊടുത്ത സമ്മാനമാ. മോനെ പണ്ട് പന്നിയെ വെടിവെക്കാൻ പഠിപ്പിച്ചതാ. പന്നിക്കിട്ട് പൊട്ടിച്ച ശേഷം മോൻ തന്തക്കിട്ടും പൊട്ടിച്ചു വരണം. എന്നിട്ട് ചെവിയറിനും പോയതേ ഉള്ളൂ. ഇവരൊക്കെ എന്നാ വെടിവെപ്പായി പഠിപ്പിക്കുന്നത്? മോനെ ആനന്ദേ മോനെ മോനെ ആനന്ദേ ആനന്ദേ ആശം പിടിക്കാം. ദാ, വാതില് തുറക്ക്. നീ ഇവിടെ എന്നെ എടുക്കുക? പഠിക്കുക. പഠിക്കുന്നു? എന്തോടാ ഇത് പഠിക്കുന്നേ? അച്ഛൻ വിളിക്കുന്നു. എന്നാത്തിനാ? ആ എനിക്കറിയാമേ, വന്ന് ചോദിക്ക. നീ പടക്കണി. നീ പടപട്ടി. അമ്മേ, ഇവളെന്നെ ചീത്ത വിളിക്കുന്നു. ഓ, നീ അവിടെ നിന്ന് കിണുങ്ങാതെ അച്ഛനെന്തിനാ വിളിച്ചതെന്ന് ചോദിക്കേ. അച്ഛാ, നിനക്കിപ്പൊ കിട്ടൂടാടി. പൊടി. എന്താ അച്ഛാ? നിനക്ക് ആ തോമസിന്റെ മോളെ അറിയാമോ? ആരാ? ആ കുന്നത്തെ തോമസിന്റെ മോളെ. ഇല്ല, അതാരാ? നിന്റെ എന്നാടി? അച്ഛാ, ഇവന്റെ ഇമെയിലിൽ നിന്ന് കിട്ടിയ ലവ് ലെറ്ററാ. ആ റീത്ത് അയച്ചതാ. ഇവനയച്ച ഞാൻ ഇപ്പൊ കൊണ്ടുവരാവേ. എന്നാ ലവ് ലെറ്റർ? ലവ് ലെറ്ററോ? എന്റെ മക്കൾക്ക് പാളെ മനസ്സിലായോ? പ്രേമിക്കാൻ നടക്കുന്നു. കഴിഞ്ഞ 2 സെമസ്റ്ററിന് 4 പേപ്പറിനാ നീ തോറ്റത്. അമ്മ, നീ ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കുന്നത്. ഞാനോ? നിനക്കുള്ള വെച്ചിട്ടുണ്ട്. അച്ഛാ, ഇവൻ എന്നെ അടിച്ചു. നീ എന്നാ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ കാണിക്കുന്നേ? ഒന്നുമില്ല അച്ഛാ. ഒന്നുമില്ലേ? അല്ലെങ്കിൽ നിനക്ക് ഈ കമ്പ്യൂട്ടർ മുമ്പിലെ കളി കൂടുന്നുണ്ടേ? പിള്ളേർക്ക് സങ്കടമാകത്തില്ലേ? സാറിന് ഇത് എന്നാ പറ്റി? ഇത് വായിച്ചു നോക്ക്. കുന്നത്തെ തോമസിന്റെ മോൾക്ക് നമ്മുടെ മോൻ കൊടുത്ത പ്രേമലേഖനത്തിന്റെ മറുപടിയാ. ആ ഡിക്ഷണറിയുടെ അടുത്ത് വെച്ച് വായിര്, എന്നാലേ മനസ്സിലാവും. അയാളെ ഇപ്പൊ വിളിച്ചത് എന്റെ തൊലി ഉരിഞ്ഞു പോയി. എടി, നമ്മുടെ ചെറുക്കൻ അയാളുടെ മോളുടെ പുറകെ നടന്ന് ശല്യം ചെയ്യുമെന്ന്. ഓ, അതിനെന്നാ സാറേ, പിള്ളേരായ അങ്ങനെയൊക്കെ അല്ലേ? വീട് വിട്ടാ സ്കൂള്, സ്കൂള് വിട്ടാ വീട്. നിനക്ക് കുഴപ്പമൊന്നുമില്ല. പുറത്തിറങ്ങി നടക്കുന്നത് ഞാനല്ലേ. നീ അവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. എന്തോന്ന് പ്രേമിക്കണ്ടെന്നോ? ഞാനൊന്നും പറയത്തില്ല. സാറ് തന്നെ അങ്ങ് പറഞ്ഞേച്ചാ മതി. നീ ഇതെവിടായിരുന്നു? ആകെ പ്രശ്നമായി. നിന്റെ പപ്പ ഇവിടെ വിളിച്ചായിരുന്നു. എനിക്കും കിട്ടിയ ആവശ്യത്തിന് തല്ലില്ലെന്നേ ഉള്ളൂ. ഇനിയിപ്പൊ എന്നാ ചെയ്യും? നമുക്ക് എങ്ങോട്ടെങ്കിലും പോയാലോ? എന്നാ? നമുക്ക് എങ്ങോട്ടെങ്കിലും പോയാലോന്ന്. എന്നത്തിനാ? കല്യാണം കഴിക്കാൻ. ഞാനെങ്ങുമില്ല. അതെന്നാ? പപ്പ പിന്നെ എന്നെ വെച്ചേക്കത്തില്ല. എനിക്കെങ്ങും വയ്യ തല്ലുകൊള്ളാൻ. എനിക്ക് പേടിയാ. എന്നാ മിണ്ടാത്തെ? നീ സീരിയസ് ആയിട്ട് കാര്യങ്ങളെ കാണാൻ പഠിക്കണം. നമ്മുടെ കൈ പൈസ ഒന്നും ഇല്ലല്ലോ. അപ്പൊ എന്നാ ചെയ്യും? അതൊക്കെ ഞാൻ ഉണ്ടാക്കിക്കോളാം. എൻ്റെ കയ്യിലൊരു മാലയുണ്ട്, അത് നമുക്ക് വിൽക്കാം. പക്ഷേ നമ്മൾ എങ്ങോട്ട് പോവും? ദൂരെ എവിടെയെങ്കിലും. അപ്പൊ ആരെയും പേടിക്കണ്ടല്ലോ. എടി ലീലാമേ, ലീലാമേ, നിന്റെ 2 പവൻ്റെ സാധനമുണ്ടല്ലോ, നിന്റെ ആ വള പൊന്നുമോൻ കൊണ്ടുപോയി വിറ്റു. ജ്വല്ലറിന്നേ പീറ്ററിനെ വിളിച്ചായിരുന്നു. കണ്ണു തെറ്റിയ അപ്പൻ്റെ അമ്മയുടെ അരഞ്ഞാണം വരാൻ വിൽക്കും.
കഷ്ടപ്പെട്ടുണ്ടാക്കാൻ ഞാനും വിൽക്കാൻ അവനും. നോക്കി വേണം വിത്തിടാൻ, ഇല്ലേ ചുമ്മാതാ. തന്തയ്ക്ക് മുമ്പുണ്ടായ എരപ്പേ വലിച്ചു കയറ്റണേലേ പുറത്തെങ്ങനെ പോയിക്കോണം. പോയി തൂയിച്ച തുരട നായി. ആനന്ദേ, ആനന്ദേ, എന്താ നേരത്തെ കിടന്നത്? ഇല്ല, പഠിക്കാനൊന്നുമില്ലേ? കൊള്ളാമല്ലോടാ. ആ, ഞാൻ ദേഷ്യം വന്നപ്പോ എന്തൊക്കെയോ പറഞ്ഞു. നീ പിണങ്ങണ്ട. പിന്നെ ഈ പ്രേമം മണ്ണാങ്കട്ടെ ഒന്നും ഇപ്പൊ വേണ്ട, അത് പഠിത്തത്തെ ബാധിക്കും. നീ ആദ്യം മിടുക്കനായിട്ട് പഠിക്ക, നല്ല ജോലിയൊക്കെ കിട്ടട്ടെ, എന്നിട്ടൊരു സുന്ദരി പെണ്ണിനെ കണ്ടുപിടിക്കാടോ. മോൻ കിടന്നോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്നാടി നീ എന്തിനാ മോങ്ങുന്നേ? എത്ര നേരമായി ഞാൻ വിളിക്കുന്നു, നീ എന്താ ഫോൺ എടുക്കാത്ത? എനിക്ക് നിന്നെ എന്ത് ഇഷ്ടമെന്ന് അറിയാവോ? നീ പറയുന്ന എല്ലാം ഞാൻ കേൾക്കാം. എന്തും എന്തും. നമുക്ക് ഒരുമിച്ച് മരിച്ചാലോ? നമുക്ക് ഒരുമിച്ച് മരിച്ചാലോന്ന്. എനിക്ക് പേടിയാ. അപ്പൊ നിനക്ക് എന്നോട് സ്നേഹമില്ല. എന്നാ മരിക്കാം. അപ്പൊ നമുക്ക് കല്യാണം കഴിക്കണ്ടേ? മരിക്കാം, അതാ നല്ലത്. ഞാൻ സബാനെ ഒന്ന് വിളിക്കട്ടെ? ഇപ്പൊ വിളിക്കണ്ട, എന്നോട് സംസാരിക്കും. എന്റെ ചക്കരക്കുട്ടിയല്ലേ? എന്തോ? എന്റെ പുന്നാരക്കുട്ടിയെ, ഞാൻ ഒരു ഉമ്മ തരട്ടെ? വേണ്ട. ഞാനൊരു ഉമ്മ തരും. എന്നതാടി ഒരു ശബ്ദം? ഹലോ, നിനക്കിതൊന്ന് അടുക്കി പെറുക്കി വൃത്തിയായിട്ട് വെച്ചൂടായോ? വീറും വൃത്തിയില്ലാത്തൊരു പെണ്ണ്. എന്നതാടി, ഭക്ഷണം കഴിക്കുന്നില്ലയോ? എനിക്ക് വിശപ്പില്ല. ആഹാ, അഹങ്കാരം കാണിക്കാതെ വല്ലതും വന്ന് കഴിക്കടി. പപ്പ ദേഷ്യം കൊണ്ട് പറഞ്ഞല്ലേ, നീ നല്ല കുട്ടിയാന്ന് ഞങ്ങൾക്കറിയത്തില്ലേ? പപ്പ വിളിച്ചായിരുന്നു, നീ വല്ലതും കഴിച്ചിരുന്നോന്ന് ചോദിച്ചു. കഴിച്ചില്ല എന്ന് പറഞ്ഞപ്പോ എന്നോട് ദേഷ്യപ്പെട്ടു. അങ്ങേരുടെ പൊന്നു മോളല്ലയോ? വാ വാ പെണ്ണേ,
എടാ ശബാനെ, നീ എവിടാ? എസ്റ്റേറ്റില്. അവിടെ എന്തെടുക്കുക? ഓ, വീട്ടിലെ പന്നികൾ അവിടെ കിടക്കാൻ സമ്മതിക്കുകയല്ല. എന്നാ നീ കാര്യം പറ. എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. എന്നാന്ന് പറയടാ. നിനക്ക് വരാൻ പറ്റുമോ? പറ, കാര്യം പറ. നിനക്ക് വരാൻ പറ്റുമോ ഇല്ലയോ? വരാം. നീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിക്ക്. എന്നതാടാ ഈ പാതിരാത്രിയില്? എടാ, അവളുടെ കാര്യം വീട്ടിലെല്ലാരും അറിഞ്ഞു. നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലേ റോഡിലൂടെ പഞ്ചാര അടിച്ചോണ്ട് നടക്കരുതെന്ന്. ഇനിയിപ്പോ എന്നാ ചെയ്യാനടാ? എന്നാ ചെയ്യാനാ? അവിടെ അപ്പനിട്ട് 2 എണ്ണം പൊട്ടിച്ചാലോ? അപ്പൊ സൂക്കിടങ്ങ് തീരും. എടാ, മണ്ടത്തരം പറയാതിരി. അല്ലേ, ഒരു കാര്യം ചെയ്യാം. കല്യാണം നടത്തിത്തരം വികാരി അച്ഛനോട് ഞാൻ പറയാം. അയാൾക്ക് എന്നെ പേടിയാ. അയാളുടെ 1-2 ചുറ്റിക്കളി എനിക്കറിയാവുന്നുണ്ട്. ഞാൻ പറഞ്ഞ നടക്കും. എങ്ങനെ നടക്കും? ജാതി. ഓ, ജാതി. എന്ത് ജാതി? നീ അങ്ങ് മാമൂദിസ മുങ്ങിയാ പോരെ? ഓ, നീ എന്നതായി പറയുന്നേ? പള്ളിയിലും അമ്പലത്തിലും ഒന്നും നടക്കുകയില്ല. രജിസ്റ്റർ മാരേജ് അതേ നടക്കൂ. അതെങ്ങനാന്ന് ആരോടെങ്കിലും ചോദിക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം. എന്റെ തോട്ടത്തിലൊരു വെട്ടുകാരനുണ്ട്. അയാളുടെ മോള് ഒളിച്ചോടി പോയതാ. നമുക്കയാളുടെ വീട്ടിൽ പോയി ചോദിക്കാം. അതൊന്നും വേണ്ട. നമ്മുടെ കോളേജിലെ രവിചന്ദ്രനല്ലേ, അവൻ്റെ അച്ഛൻ ആരുടെയോ കല്യാണം നടത്തി കൊടുത്ത കാര്യം ഒരിക്കൽ പറഞ്ഞായിരുന്നു. അയാൾ എന്നാ ബ്രോക്കറാണോ? ബ്രോക്കറും ഒന്നുമല്ല, അയാൾ വക്കീല. അത് വേണ്ട. പിന്നെന്ത് ചെയ്യും? എടാ, അതല്ലടാ നല്ലത്. അവനെങ്ങാനും ഒറ്റയ പ്രശ്നമാണ്. അപ്പൊ പിന്നെന്തോ ചെയ്യും? നമുക്ക് നാളെ കോളേജിൽ പോകുന്ന വഴിക്ക് 18 വയസ്സാകാതെ പെങ്കൊച്ചിനെ എങ്ങനെ കെട്ടിച്ചു തരാനാ? കല്യാണം കഴിക്കണമെങ്കിൽ ആൺകുട്ടിക്ക് 21 വയസ്സും പെൺകുട്ടിക്ക് 18 വയസ്സും നിർബന്ധമാണ്. ഓ, പേന തൊട്ടപ്പോഴേ ചോപ്പ്. പ്രശ്നമാണ്. ആ, നോക്കട്ടെ. അഞ്ച് ദിവസം കൂടെ കഴിഞ്ഞേ ഈ കുട്ടിക്ക് 18 വയസ്സാകത്തുള്ളൂ. അതിനു മുന്നേ വല്ല പണിയും കാണിച്ച എനിക്ക് പണിയാവും. വലിയ പ്രശ്നമാണ് സർ ഞങ്ങളുടെ കാര്യം. അതെന്താ? ഞങ്ങൾ 2 കാസ്റ്റാണ് സർ. അത് ശരി. അപ്പൊ ജോലി കുറേ ഉണ്ട്, ഫീസ് ഇത്തിരി കൂടും. കല്യാണമൊക്കെ ഞാൻ നടത്തി തരാം. കൊച്ചിന് 18 വയസ്സായിട്ട് വാ. ശരി. എന്നാ പോയി 10-ാം തീയതി വാ. ഫീസ് ഇത്തിരി കൂടുതലാകും കേട്ടോ. കാശ് കുറെ എറിഞ്ഞേ പറ്റൂ. ചെലവ് ഒത്തിരി ഉള്ളതല്ലേ. കല്യാണം എന്നൊക്കെ പറഞ്ഞാ പിന്നെ വലിയ സുഖമില്ലയോ? ഓ, എന്നാ സുഖമാ? ചെലവ് കൂടുകയില്ലയോ? കുടുംബജീവിതം എന്നൊക്കെ പറഞ്ഞാൽ വലിയ പാടാ മോനെ. എന്നാ നീനക്ക ഒന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. നിക്കടാ പുല്ലേ. എടാ, വേലക്കാർ റോസമ്മയുടെ എനിക്ക് പിടിക്കുന്ന പോലെ അത്ര സുഖമുള്ള ഏർപ്പാടൊന്നും അല്ല ഇത്. ചന്തു തോക്കാത്തത് ട്യൂഷനുള്ളോണ്ടാ. നിനക്കോ? ഞാൻ ഈ നെറ്റിൽ നിന്ന് കുറെ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലൊന്നും നടക്കുകയല്ല മോനെ. അതെന്നാ?
അതിന് പ്രാക്ടീസ് വേണം മോനെ, പ്രാക്ടീസ്. പ്രാക്ടീസ് ഇല്ലെങ്കിലേ വെറുതെ ഒച്ചവെപ്പേ നടക്കത്തുള്ളൂ. ആ ഈ ട്രയൽ വേണേ ഞാൻ റെഡിയാക്കി തരാം. വേണ്ട വേണ്ട. അയ്യടാ, അയ്യോ, ഒരു പരിശുദ്ധ പ്രേമക്കാരൻ. പുതിയ വന്നിട്ടുണ്ട്. ആര്? നമ്മുടെ ബാബുച്ചാന്റെ മോള്. അതിന് നിങ്ങൾ തമ്മിൽ പ്രേമത്തിലല്ലേ? പിന്നെ പരിശുദ്ധ പ്രേമം. റബ്ബർ വിൽക്കുമ്പോ കാശടിച്ച് മാറ്റി കൊടുത്ത ഭയങ്കര പ്രേമം. അപ്പൊ കാശ് കൊടുത്തില്ലല്ലോ? രാത്രി കിണറ്റും കര നിന്ന് അവിടെ കുളി കണ്ടിട്ട് പൊക്കോളാൻ പറയും. എടാ, എന്റെയിലെ 2ഉം നിന്റെയിലെ 10ഉം. പിന്നെ ഈ മാല എടുക്കാം. ആവശ്യം വരുവാണെങ്കിൽ എടുത്താൽ മതി. എടാ, നീ ബൈക്കിൽ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിടണം. മൊബൈൽ നിന്റെ കയ്യിൽ തന്നെ ഉണ്ടാവണം കേട്ടോ. പപ്പ വീട്ടിൽ തന്നെ ഉണ്ടാവും. എനിക്ക് പേടിയോ? കൊള്ളാവല്ലോ. പേടിയാണേലേ നീ വീട്ടിൽ തന്നെ ഇരുന്നാ മതി. ഞാൻ പോവാ. നീ പോയാ പിന്നെ ഞാൻ എന്നാ ചെയ്യും? ആദ്യം നിന്റെ അവളോട് നീ മര്യാദയ്ക്ക് വരാൻ പറ. ഈ നാശം ഇറങ്ങി വന്നില്ലെങ്കിൽ ഞാൻ പെടും. അല്ലെങ്കിൽ ഞാൻ എന്തിനാ പോന്നേ? നീ തന്നെ പോയി വിളിച്ചോണ്ട് വന്നാ മതി. അത് പിന്നെ അല്ല പിന്നെ ഞാൻ എന്നാ പറയാനാ? ഇവളെ വീട്ടിൽ ചാടിക്കാതെ നിനക്ക് ഇവളെ കിട്ടത്തില്ല. ഇതല്ലാതെ വേറെ വഴിയൊന്നുമില്ല. നീ അവളെ പറഞ്ഞ് മനസ്സിലാക്കും. എടാ, നീ പറ. നീ പറഞ്ഞ അവള് കേക്കും. കേക്കും കേക്കും. ഓർമ്മയുണ്ടോ നിനക്ക് ഈ പാട്? എടാ, കുഞ്ഞുനാളിൽ ഏതാണ്ട് ചെയ്തെന്നും പറഞ്ഞ് എപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാത്തിനാ? നിനക്ക് ഫീൽ ചെയ്യത്തില്ലടാ. അന്ന് ഞാൻ 7ലാ. പിള്ളേരുടെ ഇടയിൽ എന്റെ വില പോയ ദിവസം മറക്കത്തില്ലടാ. ചത്താലും മറക്കത്തില്ല. ആനക്കാര്യത്തിനിടയ്ക്ക് അവൻ്റെ ഒരു എനിക്കത് ആനക്കാര്യവാടാ. അന്ന് ഇവിടെ ഏറ് കിട്ടിയ പിന്നെ ക്ലാസ്സിലെ ചൊറിയൻ ഷംസ് വരെ എനിക്ക് ഇട്ടിരിക്കുമായിരുന്നു. അന്നെങ്ങാനും ഇവിടെ എന്റെ കൈ കിട്ടിയായിരുന്നു. പോട്ടടാ, എനിക്ക് ദേഷ്യം വന്നപ്പോ പറഞ്ഞതാ. നീ ഒന്ന് പറയടാ. ഡേ പെണ്ണെ, നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം നടന്ന ഇത് നടന്നു. ഇല്ലേ 2ഉം ഇപ്പോത്തേ ഉള്ളൂ. എന്നാ? നിന്റെ ചേച്ചി പാലത്തറയിലെ റോയി. എന്നിട്ട് എന്തായി? നിന്റെ അപ്പൻ അത് പൊളിച്ച് മോളെ വേറെ ആമ്പിള്ളാർക്ക് കെട്ടിച്ചു കൊടുത്തു. ഇങ്ങനെ പോയാൽ നിന്റെയൊക്കെ ഗതി ഇതൊക്കെ തന്നെ. ഇങ്ങനല്ലാതെ ഈ കല്യാണം നടക്കുന്ന നിനക്കൊക്കെ വല്ല വിചാരം ഉണ്ടെങ്കിൽ അതിന് വെച്ച് വെള്ളം അങ്ങ് വാങ്ങി വെച്ചേര്. എടാ, ഇവളെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? അവക്ക് നിന്നോട് പ്രേമമോ അതുപോലെ എന്തെങ്കിലും കോപ്പോ ഉണ്ടെങ്കിൽ അവൾ ഇറങ്ങി വരും. എന്നേലും പരിപാടി കാണിക്കാതെ നിന്നെ അവക്ക് കിട്ടത്തില്ല. നിന്നേക്കാ കൂടുതൽ അവക്കറിയാം. എടാ, എന്നാലും എനിക്ക് തന്നാത്തിന്റെ കേടാ. നിനക്കൊക്കെ വേണേ മതി. നിന്നെ കൊണ്ടൊക്കെ പ്രേമിപ്പിച്ചിട്ട് എനിക്ക് എന്നാ ഉണ്ടാക്കാനാ? ഞാൻ പോവാ. അളിയ, അങ്ങനെ പറയലടാ. നീ എന്നതിനാ കരയുന്നേ? ഞാൻ ഇറങ്ങി വന്നോളാം. നീ വന്ന് എന്നാ? ഈ പെണ്ണ് നിനക്ക് പണി തരുവേ. നീ ഇവളെ വേഗം പറഞ്ഞു വിടാൻ നോക്കിയേ. എടി, നീ പൊക്കോ. കരയാതിരിക്കാതെ വേഗം അവളെ പറഞ്ഞു വിട്ടാ. വിളിക്കാം. പൊക്കോ പൊക്കോ. വരുന്നുണ്ട്. ഇങ്ങ് വരട്ടെ, പണിഞ്ഞു കൊടുക്കാം. പണിയാവോ? ഉണ്ടാതിരി, ഞാൻ ശരിയാക്കാം. ഇങ്ങോട്ട് തന്നെയാ. നീ മാനേജ് ചെയ്തോളൂല്ലോ അല്ലേ? അവളെ ഇയാള് കണ്ടിട്ടുണ്ടായിരിക്കത്തില്ലല്ലോ അല്ലേ? നീ മിണ്ടി പോവാക്കാതിരുന്നാ മതി. ആരാ ഇവിടെ നിന്നേ? ആര്? ഇവിടെ ഒരു പെങ്കൊച്ചു നിന്ന് ആരാന്ന്? ഇവിടെ ആരും നിന്നില്ല. എടാ മക്കളെ, നിങ്ങളുടെ ചുറ്റിക്കളിയൊക്കെ എനിക്ക് അറിയാം കേട്ടോ.
ആ പെങ്കൊച്ചിന്റെ തന്തയോട് നിന്നെ തല്ലാതെ വിടാൻ പറഞ്ഞത് ഞാനാ, അറിയാവോ? ഓഹോ, അപ്പൊ കപ്പിയാരാണ് അവിടെ അപ്പന്റെ അടുത്ത് ഈ കഥ പറഞ്ഞു കൊടുത്തത്. വർക്കിച്ചേട്ടാ പ്ലീസ് പ്ലീസ് പറഞ്ഞു കൊടുക്കല്ലേ നിന്റെ വർക്കിച്ചേട്ടാ. പ്ലീസ് ഒക്കെ നിന്റെ കൈ വെച്ചാ മതി. അതേ ക്രിസ്ത്യാനി പെണ്ണ, അവളെ അങ്ങനെ അന്യ മതക്കാര് കയറി പ്രേമിക്കണ്ട, അത് ഞങ്ങൾ സമ്മതിക്കാൻ. ഈ സാത്താന്റെ സന്തതിയാ ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്നതെന്ന് എനിക്കറിയാം. നിന്നെയൊക്കെ ഇനിയാ കാണിച്ചു തരാം അവിടെ. ഇവനെയൊക്കെ കയർ ഊരി വിട്ട നാട് മുടിച്ചു കൂട്ടിച്ചോറാണ്. തന്തയുടെ പ്രായമുള്ളവരെ കയറി പേര് വിളിക്കുന്നോടാ. അതിന് തനിക്ക് എന്റെ തന്തയുടെ പ്രായം ഉണ്ടല്ലോ. മാറി നിക്കടാ കുരുത്തം കെട്ടോനെ. അങ്ങനെ അങ്ങ് പോയാലോ? ഇതൂടെ ഒന്ന് കണ്ടേച്ച് പോയാണ്. കണ്ണടയിലും വൃത്തിയായിട്ട് കാണാലോ അല്ലേ? അയ്യോ, ഇതെന്റെ കൊച്ചുമോളുടെ മണമല്ലയോ? അതെ. നിനക്കിത് എവിടുന്ന് കിട്ടിയടാ? ഇതും തന്റെ കൊച്ചു. നിനക്കിത് എവിടുന്നാ കിട്ടിയ? എന്നെ അട ചേർക്ക, നീ ഇത് എന്നെ ഭാവിച്ച. ഇത് മാത്രമല്ല, ഇതിന്റെ തുണിയും ഇല്ലാത്തതും ഇഷ്ടം പോലെ സാധനം എന്റെ അപ്പ കപ്പിയാരപ്പഴ തോമച്ചന്റെ വീട്ടിൽ പോന്നേ. എന്നിട്ട് വേണം എനിക്ക് ഇതിന്റെ കോപ്പി എടുത്ത് നാട് നീളം ഒട്ടിക്കാൻ. അപ്പൊ ശരി, വാടാ. എടാ നീ ഇതെങ്ങനെ ഒപ്പിച്ചടാ? വെള്ളം അടിച്ചത് ഓർമ്മയുണ്ടോ? ഗുണ്ട് പൊട്ടിച്ചത് ഓർമ്മയുണ്ടോ? ഉണ്ട. എടാ മക്കളെ, ഞാൻ പറഞ്ഞൊക്കെ നിങ്ങൾക്ക് കാര്യമായിട്ട് എടുക്കുവാണോ? അപ്പാപ്പൻ ചുമ്മാ പറഞ്ഞല്ലയോ. എന്റെ പൊന്ന് സെവാനെ, നീ എന്റെ പാലായിലെ അളിയന്റെ മോന്റെ മോനല്ലയോ. നീ നല്ല പയ്യനാന്ന് എനിക്കറിയാം. അതിങ്ങ് തന്നേച്ചു പോടാ. എന്തോന്ന്? ആ പടങ്ങളെല്ലാം. പിന്നെ പടങ്ങള് പിണങ്ങി പോകാതടാ, നമ്മളെല്ലാം ഒരേ ചോരയല്ലേ. പിന്നെ ഒരു ക്രിസ്ത്യാനി പെണ്ണിനെ ഒരു ഹിന്ദു പയ്യൻ കെട്ടിന്ന് വെച്ചണ്ട എന്നാ പറ്റാനാ? എന്തുവാ പിള്ളേരുണ്ടാകത്തില്ലേ? ഉണ്ടാവും. ഞാൻ ചുമ്മാ പറഞ്ഞതാ. നീ ആ കൊച്ചിനെ പ്രേമിച്ചു, ഞാൻ അവളുടെ തന്തയോട് പറഞ്ഞോളാം. എന്ത്? നീ നല്ല പയ്യനാ. അങ്ങനെ നീ മാമോനിച്ച മുങ്ങിയാ പിന്നെ കാര്യം അങ്ങ് കഴിഞ്ഞില്ലേ. ആ, നമുക്കൊക്കെ ശരിയാക്കാം. താങ്ക് യു വർക്കിച്ചേട്ടാ, താങ്ക് യു. എന്നാ ഞങ്ങൾ അങ്ങ് പൊക്കോട്ടെ. എടാ മക്കളെ, എന്റെ കൊച്ചുമോളുടെ ആ പടവിങ് തന്നേച്ചു പോടാ. അത് ഞാൻ എന്റെ കയ്യിൽ സൂക്ഷിച്ചോളാം. കപ്പിയാര് നിറം മാറുന്ന പാർട്ടിയാന്ന് എനിക്കറിയാം. വർക്കിച്ചാൻ ചെല്ല്. അപ്പാപ്പൻ ഈ പടമൊന്നും ഇഷ്ടപ്പെട്ടില്ലേല് വേറെ ഞാൻ എടുത്തു തരാം. വർക്കിച്ചേട്ടാ എല്ലാം പറഞ്ഞു പോലെ. ആ, എന്നാ ചെയ്യാനാ, തൊണ്ട പുഴുത്ത. വേലിയായിരുന്ന സാധനം എടുത്ത് പോലെ ആയി. ഹലോ പളനി. யாரு செவானா? என்னடா, என்ன விஷயம்? സൗഖ്യം ഒരു കണ്ണ. അണ്ണൻ എനിക്കൊരു സഹായം ചെയ്യണം. சொல்லுடா, நீ சொல்லு, என்ன வேணும் சொல்லு. എന്റെ കൂട്ടുകാർക്കും എനിക്കും അവിടെ എന്തെങ്കിലും ജോലി ശരിയാക്കി തരണം. உங்களுக்கு இங்க என்னடா வேலை? உனக்கு பைத்தியமா? എന്നതെങ്കിലും ജോലി ശരിയാക്കി തരാൻ പറ്റുമോ? உங்களுக்கு வேலை பண்றதெல்லாம் முடியாது தம்பி. இங்க எல்லாமே கஷ்டமான வேலை தான். നീ പറ, എന്നെ പണിയാണേലും കുഴപ്പമില്ല, ഞങ്ങൾ ചെയ്തോളാം. நிறைய படிச்சிருக்கு, வீட்டு நிறைய காசு வச்சிருக்கு, அப்போ வந்து எதுக்கடா உனக்கு இங்க வேலை? നിനക്ക് പറ്റുവോ ഇല്ലയോ? முடியும், நான் ரெடி பண்றேன். ഉറപ്പാണേ? கண்டிப்பா முடியும், நீ கவலைப்படாத. എടാ, ഒരാള് പെണ്ണാ. அடடா, பொம்பளையா? என்னடா இதெல்லாம், லவர்ஸா? രണ്ടുപേരും എന്റെ കൂട്ടുകാരാ. அப்படின்னா அவருக்கு 2 பேருக்கு மட்டும் வேலை போதுமல்ல, உனக்கு எதுக்கடா வேலை? ഓ, എനിക്കിവിടെ മടുത്തണ്ണ. என்னது? பொண்ணுக்கு இங்க ஏதாவது கம்பெனில வேலை கிடைச்சிடும், ஆம்பளைக்கு எங்க போனாலும் வேலை கிடைக்குமே. എന്നതായിരിക്കും അണ്ണാ അവിടെ പണി? இருக்குடா, நம்ம மதுரை கிடக்காத வேலையா? டேய் இங்க வா, வந்து ஏறு. தம்பி, இவங்கள வந்து அந்த நிலா ஹோட்டலுக்கு விடு.
ஆனால் இவளை அந்த ரிசார்ட்டுக்கு விட்டுரு. அதுக்கப்புறம் 2 hours முடிச்சு திருப்பி கூட்டிட்டு வந்துரு. புரிஞ்சதா? ശരിയാവോ? പിന്നെ ഈ സഭാമ്പിയാച്ച നടക്കാത്ത കാര്യമുണ്ടോ? എല്ലാം നമ്മൾ പറഞ്ഞ പോലെ തന്നെ 27-ാം തീയതി അവളെ വീട്ടിൽ നിന്ന് ചാടിക്കും. എടാ 27-ാം തീയതി ആവർത്തിക്കതാ, നാളെ തന്നെ നമുക്ക് ചെയ്തേക്കാം. ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ടടാ. നമ്മൾ പോകുന്നതിന് മുമ്പ് എനിക്ക് കപ്പിയാറ വീട് വരെ ഒന്ന് പോകണം. എനിക്കെങ്ങും വയ്യ, കഴിഞ്ഞ ദിവസം ഞാൻ പെട്ടതാ. നിന്റെ കാര്യത്തിനൊക്കെ തല്ലുകൊള്ളാനും പെണ്ണിനെ ഇറക്കൊണ്ടുവരാനും ഞാൻ വേണം. എന്റെ കൊച്ചിനെ എനിക്കൊന്ന് കാണണമെന്ന് വെച്ചപ്പോ വലിയ പാടാ. ഞാൻ വരാം, പിന്നെ നിന്നെ സഹായിക്കാൻ ഞാനല്ലേ ഉള്ളൂ. എടാ ഇതൊരു ട്രയൽ റണ്ണാണ്. നമ്മൾ എന്ത് കാര്യം പ്ലാൻ ചെയ്താലും അതിനു മുൻപ് ഒരു പരിപാടി ചെയ്തു നോക്കണം. ശരിയാ. എടാ എന്നെ പോലൊരു സുഹൃത്ത് നിനക്കുള്ളപ്പോ നീ എന്തിനാ പേടിക്കുന്നത്? എന്നാ ഇത് കണ്ടോ? ഓ, കപ്പലണ്ടി മുട്ടായി. ഇത് കൈ വെച്ചോണ്ടാണോ വിശന്നിരുന്നത്? പൊട്ടിക്ക് പൊട്ടിക്ക് തിന്നാം. ഇത് ഞാൻ അവക്ക് കൊടുക്കാൻ വാങ്ങിച്ചു. ആർക്ക്? സിനിക്ക്. കപ്പലണ്ടി മുട്ടായി. ഇച്ചിരി അണ്ടിപ്പരിപ്പും കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ മേടിച്ചു കൊടുക്ക്, അവള് പായസം വെച്ച് കുടിക്കട്ടെ. മതി മതി, നിനക്കൊരു വിചാരമുണ്ട് നീ വലിയ കുണാണ്ടറാണ്. എന്നിട്ട് എന്താ ഒന്ന് ഒറ്റയ്ക്ക് ചെയ്യാത്തേ? എടാ കപ്പലണ്ടി മുട്ടായി വലിയ വിറ്റാമിൻ അല്ലയോ? ഞാൻ റീത്തയ്ക്ക് കുറച്ച് മേടിച്ചു കൊടുക്കണമെന്ന് വിചാരിക്കുക. പെണ്ണുങ്ങൾ കഴിക്കുന്നേക്കാൾ ഇത് നമ്മൾ കഴിക്കുന്നതാ നല്ലത്. ഇത് കഴിച്ചാലോ ഒന്നുമില്ല, ഒരു വലിയ കണ്ടുപിടുത്തക്കാരൻ എന്നല്ലോ പറഞ്ഞത്. പോയായിരുന്നു. അമ്മച്ചി വിളിക്കുന്നു. എന്നാ പറ്റി? ഞാൻ ദാ വരുന്നു. നീ അവിടെ എന്തെടുക്കുക? അമ്മച്ചിക്ക് തീരെ വയ്യ, ഒന്ന് ഇറങ്ങി വന്നേ. വല്ലമ്മച്ചിക്ക് എന്നാ ഉവാവാണോ? കണ്ടിട്ടൊരു കള്ള ലക്ഷണമാണല്ലോ. എന്നതാ റീത്തെ, നീ പോയി ഡ്രസ് മാറി വെച്ചു വാ. അമ്മച്ചി, നമുക്കൊന്ന് ആശുപത്രിയിലേക്ക് പോകാമേ. ഹലോ. വല്യമ്മച്ചിക്ക് സുഖമില്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ. റീത്ത, ഇവളിത് എവിടാ? അപ്പൊ നമ്മുടെ കാര്യം എങ്ങനാ? ഞാൻ വരും. നീ അവിടെ എന്നെ എടുക്കുക, ഒന്ന് വേഗം വാ. റീത്ത, അവള് വരാമെന്ന്. റീത്ത, എന്നെ എടുക്കോ നീ അവിടെ? തന്തയില്ലാത്ത മീൻ എന്നെ കുത്തി. എന്തുവാടാ ഇത്? ചൂടുമൂത്രം നല്ലതാ, പെട്ടെന്ന് കരിയും. അണ്ടി പോയി അണ്ണാന്റെ കൂട്ടി ഇങ്ങനെ ഇരുന്നു. ഈ ചാൻസ് കളഞ്ഞാൽ പിന്നെ എന്നെ കൂട്ടുപിടിക്കരുത്. നാളെ വൈകിട്ട് അവർ സ്കൂളിൽ നിന്ന് പോകുന്നു. ബസ്സിൽ കയറുന്നതിന് മുമ്പ് അവിടെ അപ്പന്റെ ഫോൺ അവൾ അടിച്ചു മാറ്റി നമുക്ക് തരണം. അതെന്നാത്തിനാ? എടാ, സ്കൂളിൽ നിന്ന് വണ്ടി 7 മണിക്ക് പോകും, 9 മണിക്ക് കുമളിയിലെത്തും. അതിനു മുൻപ് നമ്മൾ അവളുടെ ക്ലാസ് ടീച്ചറെ വിളിക്കും. അമ്മച്ചിക്ക് തീരെ സുഖമില്ല, മോളെ കുമളിയിൽ ഇറക്കണമെന്ന് നമ്മൾ ടീച്ചറിനോട് പറയും. ആര് പറയും? നിന്റെ തന്ത. എടാ കഴുതേ, നമ്മൾ പറയും. ശബ്ദം കേട്ടാ തിരിച്ചറിയത്തില്ലയോ? അതിനാണോ പരിപാടി ഇല്ലാതെ? നീ ധൈര്യമായിട്ടിരിക്കേ. ആന്നോ?
ഫോൺ എടുക്ക. എടാ നിന്റെ ഒറ്റ ഏറിയാൻ വെച്ചു കൊടുക്കും. റീത്തയുടെ അപ്പന്റെ ഫോൺ എടുക്ക. ഇതിൽ മോളി ടീച്ചർ അല്ലേ? എന്നാ പറ്റി? എടുക്കുന്നില്ല. വളവ കേട്ടോ, സൂക്ഷിച്ചിരുന്നു. ഹലോ, അതെ പറയൂ സാർ. കുമളി ടൗൺ എത്താറായി. ശരി, ഞങ്ങൾ അവിടെ കാത്തു നിൽക്കാം. എന്താ ടീച്ചറെ? റീത്തയുടെ അമ്മാമിക്ക് നല്ല സുഖമില്ലെന്നാ. അയ്യോ, നിന്റെ അമ്മായിയപ്പന്റെ ഫോൺ. കടുവാപ്പാറയിൽ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. രജിസ്ട്രേഷൻ കഴിയുന്നവരെ നമുക്ക് അവിടെ താമസിക്കാം. രജിസ്ട്രേഷൻ പിന്നെ ചെയ്താ പോരെ? എടാ, രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ പിന്നെ നമുക്കാരെയും പേടിക്കണ്ടല്ലോ. ആരെങ്കിലും അറിഞ്ഞാലോ? വലിയ തിരക്കുള്ള സ്ഥലമൊന്നുമല്ല. അവിടെയാണെങ്കിൽ നമ്മളെ അന്വേഷിച്ചാരും വരത്തില്ല. ഈ ബാഗ് എവിടെയെങ്കിലും ഒന്ന് ഒളിപ്പിച്ചു വെക്കണം. ഓക്കെ? റീത്ത, സങ്കടപ്പെടണ്ട. ടൂറ് നമുക്ക് അടുത്ത പ്രാവശ്യം പോവാല്ലോ. അവര് വരാൻ വൈകോ? ഇല്ല, ഇപ്പൊ വരും. എന്നാ പിന്നെ നമുക്ക് പുറത്തോട്ട് നിൽക്കാം. വരൂ. വാ. സാറ് പറഞ്ഞിട്ട് വന്ന. റീത്തയ്ക്ക് അറിയോ ഇവരെ? അറിയാം. എങ്ങനെ പോകും? ബൈക്കിലോ? ടാക്സിയില്. അല്ല, ടാക്സി വിളിക്കാം, ഇപ്പൊ തന്നെ വിളിക്കാം. ടീച്ചറെ, റീത്തയുടെ ഫാദറിനെ ഒന്ന് വിളിച്ചേ. ഫോൺ കട്ട് ചെയ്തു. ഇവന്മാരെ കണ്ടിട്ട് ഈ കുട്ടി എങ്ങനെ പറഞ്ഞു വിടും ടീച്ചറെ? അയാള് വിളിച്ചു പറഞ്ഞതല്ലേ. നമുക്കും പിള്ളേരൊക്കെ ഉള്ളതല്ലയോ ടീച്ചറെ? റീത്തയ്ക്ക് വരെ നല്ല പരിചയമാണല്ലോ അല്ലേ? വീടിനടുത്തുള്ള ചേട്ടന്മാരാ. അത് കുഴപ്പമില്ല സാറേ, ഞങ്ങളൊരു ടാക്സി വിളിച്ചങ്ങ് പൊക്കോളാം. തനിക്ക് കുഴപ്പമില്ലായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല, കുറച്ച് കുഴപ്പമാ. തന്നെ ഈ കുട്ടിയെ ഇതിലൊരാൾ ഈ അഡ്രസ്സിൽ കൊണ്ടുവിടണം. ചേട്ടന്റെ പേരും ഫോൺ നമ്പറും കൂടെ എഴുതാ. ആ വണ്ടി നമ്പറൂടെ തന്നെ. പേര് ഒന്ന് എഴുതിക്കോ സാറേ. കുര്യൻ KLK 9870. ഫോൺ നമ്പർ വേണോ? ഫോൺ നമ്പർ 96 46 34 15 31. ഇത് കറക്റ്റ് അല്ലേ? ഇതാ ടീച്ചറെ. കുട്ടി കയറിക്കോ. ജീപ്പിൽ കയറിക്കോ. അയ്യോ സാറേ, എനിക്ക് ഈ അഡ്രസ് അറിയാം. എനിക്കറിയാവുന്ന വെച്ചാ നമ്മുടെ തോമാച്ചായന്റെ മോളല്ലയോ? അയ്യോ, കുഞ്ഞുനാളി കണ്ടിട്ടുള്ളതാ കേട്ടോ ടീച്ചറെ. എനിക്കറിയാം ഈ അഡ്രസ്. ദൈവമേ, ഞങ്ങൾ പേടിച്ചു നിൽക്കുമായിരുന്നു. കൊച്ചിനെ എങ്ങനെ ഒറ്റയ്ക്ക് വിടുന്നേന്ന് ഓർത്തു. ടീച്ചറെ, വൈകിയ പ്ലാൻ എല്ലാം തെറ്റും.
ഓ എന്നാ പിന്നെ പ്ലാനൊന്നും തെറ്റിക്കണ്ട, പെട്ടെന്ന് പോയേക്കാം. വാ. നിങ്ങളുടെ കൂടെ അവിടെ കണ്ട പയ്യനല്ലേ അത്? ബൈക്ക് കണ്ടാ പിന്നെ പിള്ളേർക്കെല്ലാം ഭ്രാന്താ. എന്നാ പോക്കാ പോകുന്നേ? അമ്മച്ചിക്ക് എന്നാ മോളെ പറ്റിയേ? മോളെ അമ്മച്ചിക്ക് എന്നാ പറ്റിയേ? ഞാൻ പണ്ട് തോമാച്ചാന്റെ ഡ്രൈവർ ആയിരിക്കുമ്പോഴേ എനിക്ക് എന്നാ ഒക്കെ ഭക്ഷണം ഉണ്ടാക്കി തന്നിട്ടുള്ളതെന്ന് അറിയാവോ? ഹർത്താലാണോ കർത്താവേ? ആശം. എടാ പിള്ളേരെ നോക്കി കണ്ടൊന്ന് ഇറങ്ങി ഒന്ന് പിടിച്ചേ. ഈ കല്ലൊക്കെ ഒന്ന് മാറ്റിയേ. പോണ്ടായോ? ആരാണോ ഇവിടെ കൊണ്ടുവന്ന് ഈ കല്ല് കൊണ്ടുവന്നിട്ടത്? ഓ എന്റെ കർത്താവേ, പാറവടയിൽ പണിക്ക് പോയാലായി. അയാളെ ഒന്ന് ചേർത്തെന്ന് പറ സബാനോട്. പോലീസോ? രാത്രിയിലൂടെ എന്നാ ചെയ്യുക? ഒന്ന് സാറേ, വഴിയിലൊക്കെ ആരോ കല്ല് പറക്കി വെച്ചേക്കുവാന്നേ. ഞാനതെല്ലാം എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുവായിരുന്നു. എങ്ങോട്ട് പോടാ? ഞാൻ ഒരു കൊച്ചിനെ കൊണ്ടുവിടാൻ പോവാ. ഏത് കൊച്ച്? ഇവിടെ സാറ് വന്നാട്ടെ. ദേ ഈ ഇരിക്കുന്ന പിള്ളേരാ. മക്കളെ പുറത്തു വരാൻ പറയണോ? സാറ് വിചാരിക്കുന്ന കുഴപ്പമൊന്നുമില്ല, ഞാൻ അറിയുന്ന വീട്ടിലെ കൊച്ചാ. ഇറങ്ങി വാ പുറത്തേക്ക്. മോട്ടെ പപ്പയുടെ മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞേ. 9895704104. ലാൻഡ് ഫോൺ നമ്പർ 0486922964. ഹലോ ഹലോ ഹലോ. ഫോൺ എടുക്കുന്നില്ലല്ലോ. ഇത് എത്രാമത്തെ തവണയാ മനുഷ്യനെ മെനക്കെടുത്താൻ? ബെല്ലടിക്കും നിൽക്കും. സാറേ, എനിക്കറിയാവുന്ന കുട്ടികളാ. നിനക്കറിയാവുന്ന കുട്ടിയാ, അത് ഞങ്ങൾക്ക് മനസ്സിലായി. ഇതറിയാവുന്ന വേറെ ആരെങ്കിലും ഉണ്ടോന്ന് അറിയണ്ടടാ. ആ സാറേ, ഈ ടീച്ചറുടെ നമ്പറിലോട്ടൊന്ന് വിളിച്ചു നോക്കിയേ. ആരെ വിളിക്കണോ നീ പഠിപ്പിക്കണ്ട. ടീച്ചറിന്റെ നമ്പർ തന്നെയാണോടാ? അതെ സാറേ. എന്താടാ? ഹലോ ഹലോ,
ഇൻഡോ അമേരിക്കൻ സ്കൂളിലെ ടീച്ചറല്ലേ? ഞാൻ കുമളി സ്റ്റേഷനിലെ SI ആണ്. റീത്ത തോമസ് എന്ന് പറയുന്ന ഒരു സ്റ്റുഡന്റിനെ നമുക്കിവിടെ കസ്റ്റഡിയിൽ കിട്ടിയിട്ടുണ്ട്. എന്താ സർ, എന്തു പറ്റി? കുഴപ്പമൊന്നുമില്ല. ആ സമയത്ത് അവരെ വഴിയിൽ വെച്ച് കണ്ടുകൊണ്ട് വിളിച്ചതാ. നിങ്ങൾ സ്കൂളിൽ നിന്ന് അയച്ചതാണോ? അതെ. എന്താ, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ സർ? കുര്യൻ എന്ന് പറയുന്ന ഒരു ഡ്രൈവറുടെ ജീപ്പിലാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ ഡ്രൈവറുടെ അഡ്രസ്സൊക്കെ എഴുതി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആണോ? ആണ്. അതെ. ശരി, ഓക്കെ. ഞാൻ പറഞ്ഞില്ലേ സാറേ, നമുക്ക് അറിയാവുന്ന കുട്ടികളാ സാറേ. ഈ കല്ലൊക്കെ ഒന്ന് മാറ്റാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് പോകാം. കല്ലൊക്കെ അങ്ങ് മാറ്റി കൊടുത്തരും. എല്ലാവരും കല്ലൊക്കെ മാറ്റിക്കോളൂ സാറേ. ആ വലിയ കല്ല് നിന്നോടും കൂടെ പറഞ്ഞേ. ഒന്ന് പിടിച്ചേ. അയ്യോ, ആരും പിടിച്ചില്ല. സാറുമാർക്കും പാറമടയിലായിരുന്നോ ജോലി? എൻ്റെ ബലമായ സംശയം പോലീസുകാർ തന്നെ ആണോ കല്ല് പറക്കി വെച്ചതെന്നാ. യവന്മാർക്ക് വേറെ പണിയൊന്നുമില്ല രാത്രി. നമ്മളാരാ മോൻ? നമുക്ക് അറിഞ്ഞുകൂടെ? ചേട്ടാ വണ്ടി നിർത്തിക്കേ. എന്നാത്തിനാ മോനെ? എനിക്കിവിടെ ഇറങ്ങണം. അയ്യോ, എന്നാത്തിനാ ഇവിടെ ഇറങ്ങുന്നേ? എന്നാ പറ്റി മോളെ? ഇയാളൊന്ന് വണ്ടി നിർത്തിക്കേ. എന്നാത്തിനാ ഒച്ച എടുക്കുന്നത്? നിർത്തി തരാം. ഇപ്പൊ ഇവനിതെവിടെ പോയി? എന്നാ പറ്റി കുഞ്ഞെ? എന്നാ പറ്റാനാ? ഞാനെങ്ങും വരുന്നില്ല, ചേട്ടനങ്ങ് കൊണ്ട് വിട്ടാ മതി. അല്ല എന്ന് പറഞ്ഞാലെങ്ങനെയാ? കുഞ്ഞുകൂടെ വരുന്നെന്നും പറഞ്ഞല്ലേ അവിടുന്ന് പോകുന്നത്. ഇതിപ്പോ ഞാൻ പോയിട്ട് എന്ത്? പിന്നെ പോയാ? അതുകൊണ്ട് അല്ല, അതുകൊണ്ടൊന്നുമില്ല. എനിക്ക് വഴി അറിയത്തില്ലേ? വഴി അറിയാന്നല്ലോ അവിടെ പറഞ്ഞേ. വഴിയൊക്കെ എനിക്കറിയാം. എന്നാലും എടാ മോനെ, നീ എന്നാടാ വരാത്തത്? ഒന്ന് പോ ചേട്ടാ, ചേട്ടൻ അറിഞ്ഞാലേ പോകത്തുള്ളൂ. അതല്ലെന്നേ, വീടിനടുത്ത് വരെ വന്നിട്ട് നീ എന്നാ വരാത്തതെന്ന് അറിഞ്ഞാ. എനിക്ക് വരാൻ മനസ്സില്ല ചേട്ടാ, അത്രേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞാ എങ്ങനെയാ? താൻ വരാതെ എങ്ങനെയാ? ഞാൻ വന്നിട്ടേ ചേട്ടൻ പോകത്തുള്ളൂ. അതുകൊണ്ടല്ലേ നമ്മൾ ഒരുമിച്ചല്ലേ അവിടെ നിന്ന് കയറ്റി വിട്ടത്? ഒരുമിച്ച് പോകാനല്ലേ അവര് പറഞ്ഞത്? ഞാൻ വന്ന ചേട്ടന്റെ പ്രശ്നം തീരൂ. അല്ലേ, ഇത് എന്നാ പാടാ? എന്നാ പിന്നെ നീ വരണ്ട. അല്ല പിന്നെ ഇതെന്നതാ മോളെ ഈ ചെറുക്കനീ പറയുന്നേ? ഞാനിപ്പോ എന്നാ ചെയ്യാനാ? അല്ലേ, ഉണ്ടോണ്ടിരുന്ന നായകൻ കണ്ട് വെളിപാടുണ്ടായെന്ന് പറഞ്ഞ പോലായി. താൻ വരുന്നുണ്ടോ? എടോ വാടോ. പിണവാളാണ്. എന്നാ കുഞ്ഞെ, ഒരു അത്യാവശ്യ കാര്യത്തിന് പോകുമ്പോഴാണോ ഇതുപോലെയൊക്കെ പിണങ്ങുന്നത്? നാശമായല്ലോ. എന്ത് പറ്റി ചേട്ടാ? സ്റ്റാർട്ട് ആവുന്നില്ല. നോക്കട്ടെ, ബാറ്ററി വല്ലതും ഡൗൺ ആയതാണോന്ന് അറിയാൻ മേല. മൊത്തത്തിൽ കഷ്ടകാലമാണല്ലോ. ഏറെക്കെ ഉണ്ട്.
അതെ, ഒന്ന് ഇറങ്ങി തള്ളാവോ? തള്ളിയാ വണ്ടി സ്റ്റാർട്ടാവും. എടാ ചെറുക്കാൻ നോക്കിയിരിക്കാതെ ഒന്ന് ഇറങ്ങി തള്ളു. തള്ളിയാ ഉടനെ സ്റ്റാർട്ടാവും. ഓ, എന്നെ കൊണ്ടൊന്നും നോക്കത്തില്ല ചേട്ടാ. സമയമില്ല, ഈ കൊച്ചിനെ വീട്ടിൽ കൊണ്ടുവിടേണ്ടതാണേ. നീ ഇറങ്ങ്. ചേട്ടന്റെ കാശ് എത്രയായി പറ, ഞങ്ങള് പോവാ. എന്തിനാ? ഞാനും വരാം. എങ്ങോട്ടാ? ഒരു തിരിച്ചു വരുമ്പോ ഇതിവിടെ കാണത്തില്ല. 650 രൂപ. ആ പിന്നെ മോളെ, തോമാച്ചായനോട് ഞാനാ കൊണ്ടുവിട്ടെന്ന് പറഞ്ഞേക്കണം. അത് പിന്നെ ഡ്രൈവർ കുര്യൻ എന്ന് പറഞ്ഞാ മതി. നല്ല പരിചയ ഞങ്ങള് തമ്മില്. അല്ല നിക്ക്, ഞാനും വരുന്നു. മക്കളെ നിക്ക്, ഞാനും കൂടി വരുന്നു. അതെ, ഞാനും വരാം. അതെ, വണ്ടി ഏതായാലും കേടാ. ഇന്ന് രാത്രി മോടെ വീട്ടിൽ തങ്ങാം. തോമാച്ചായനെ ഒന്ന് കാണാമല്ലോ. അമ്മച്ചിയെ കണ്ടിട്ട് കാലം കുറെ ആയി. നിങ്ങൾ ഇങ്ങോട്ട് നടന്നേ. വണ്ടി മോഷണമൊക്കെ ഉള്ള സ്ഥലം വന്നേ. അതിനെന്നാ, സ്റ്റാർട്ട് ആകാത്ത വണ്ടിയാ. ആര് കൊണ്ടുപോവാനാ? പിന്നെ കാലം കുറെ ആയതാ. കണ്ടാ പോലും ആരും തിരിഞ്ഞു നോക്കത്തില്ല. ആ പെട്ടെന്ന് നടന്നേ, ബാറ്ററി ചാർജ് കുറവാ. വേഗം അങ്ങ് നടന്ന വീട്ടിലെത്താം. ഓ, ഈ പാതിരാത്രി ആരാണോ? ഹലോ ഹലോ, നിങ്ങൾ കുട്ടിയെ വീട്ടിലെത്തിച്ചോ? അതെ, ഇപ്പൊ എത്തിക്കും. രക്ഷകർത്താക്കളെ ആരെങ്കിലും വിളിച്ചു പറഞ്ഞേൽപ്പിക്കണം. ശരി സാറേ, അങ്ങനെ ചെയ്യൂ. നമ്മുടെ സ്വന്തം ആൾക്കാരാ, സാറ് പേടിക്കണ്ട. ഈ കൊച്ചിനെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ടേ ഞാനും ഇന്ന് അവിടെ തങ്ങാൻ പോവാ. ഈ തോമാച്ചാൻ എൻ്റെ ഒരു അടുത്ത ബന്ധുവായിട്ട് വരും. കുറെ കാലം ഞാനിവിടെ ഡ്രൈവറായിട്ട് ജോലി നോക്കിയിട്ടുള്ളതാ. ഓക്കെ ഓക്കെ, കൊണ്ടുവിട്ടിട്ടൊന്ന് വിളിക്കണേ. ആ പിന്നെ വീട്ടുകാരോടൊന്ന് ഫോൺ ചെയ്യാൻ പറയണേ. ആ ശരി സാറേ. അതെ, നമുക്ക് വലിയ സ്നേഹം അടുപ്പമൊക്കെ ഉള്ള വീട്ടുകാരാ. പണ്ട് തൊട്ടേ ഉള്ള ഒരു ബന്ധമാണേ. എന്റെ അപ്പന്റെ അപ്പൻ പറയതേ അവിടുത്തെ കാളവണ്ടി ഡ്രൈവറായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ. ഹലോ ഹലോ, വെച്ചിട്ട് പോയാ? ആ വാടാ പിള്ളേരെ. തോമാച്ചായോ, തോമാച്ചായോ. അയ്യോ, ഭണ്ഡാരം പൊട്ടി. ആരാണോ? ഹലോ പട്ടി. അയ്യോ എടി, നിന്നെയല്ല ഇവിടെ പട്ടി. അല്ല ഞാൻ. ഓ അമ്മച്ചിക്ക് എങ്ങനെ ഉണ്ടടി? കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് വിളിച്ചായിരുന്നു. ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. നീ എല്ലാവരും ഒന്ന് വിളിച്ച് പറഞ്ഞേക്ക്. ഇനി സൂക്കേടായിട്ട് ആരെയും വിളിച്ച് പറഞ്ഞില്ല എന്നുള്ള പരാതി വേണ്ട. നാശം പിടിക്കാനെ കൊണ്ട് ആ സമയത്ത് എൻ്റെ ഫോണും പോയി. മൊത്തം ഫോൺ നമ്പർ അതിനകത്താ. കൊറേയൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടെന്നേ. ആ ഈ കുന്തത്തിന്റെ ഒരു കുഴപ്പം അതാ, പോയാ കൊലയോടെ അങ്ങ് പോകും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്നതാടി ആദ്യം കട്ടായി പോയായിരുന്നു. നിങ്ങൾ എവിടാ? ഞാൻ എത്ര നേരമായി ഒരുങ്ങി നിൽക്കുവാന്ന് അറിയാവോ? എടി, ഞാനിവിടെ ഏലപ്പാറയില്ല, ഒരു പെങ്കൊച്ചിനെ കൊണ്ടുവിടാൻ വേണ്ടി വന്നിരിക്കുവോ. എവിടാ? കേക്കാൻ മേല. എടി, ഒരു കൊച്ചിനെ വിടാൻ വേണ്ടി വന്നിരിക്കുവോ. ആ വിട്ടിട്ട് ഇങ്ങോട്ട് വാ. പാതിരാത്രിക്ക് വിടാൻ പോയിരിക്കുക. എടി, അതൊന്നും അല്ല, ഒരു പെങ്കൊച്ചിനെ കൊണ്ടുവിടാൻ വേണ്ടി വന്നിരിക്കുവോ. നിങ്ങൾ എനിക്കറിയത്തില്ലയോ? ഞാനിപ്പോ എന്റെ വീട്ടിൽ പോകും. എടി, ഈ രാത്രിയിലോ? എന്നാത്തിനാ? കുന്തത്തിന്. പള്ളിപ്പെരുന്നാളായിട്ട് നിങ്ങൾ എന്നെ വീട്ടിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞില്ലായിരുന്നോ?
എന്നെ ആരെങ്കിലും കൊണ്ടുവിടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എടി ഞാൻ പറയുന്നോന്ന് കേക്ക്. എത്ര പറഞ്ഞാലും നിങ്ങൾ രാത്രിയിൽ വണ്ടി കൊണ്ടല്ലേ പോകത്തുള്ളൂ. എന്നോട് ഇനിയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇന്ന് വണ്ടി കൊണ്ട് പോകുവോ? എടിയേ ഞാൻ എങ്ങനെയെങ്കിലും അങ്ങോട്ട് വന്നേക്കാവടി. എനിക്ക് സഹിക്കാൻ വയ്യ. നോക്കിക്കോ, ഞാൻ ഈ കുഞ്ഞിനെ കൊണ്ട് ചാവും. നോക്കിക്കോ. ആ എടിയേ നീ എനിക്ക് പണി ഉണ്ടാക്കി വെക്കല്ലേ. വേണ്ട, നീ ഒന്നും പറയണ്ട. ഞാൻ അങ്ങോട്ട് വരാം. ഹലോ ഹലോ. വിട്ടരുത്. എന്റെ ഈശോയെ, എന്റെ ഒരു വിധി. വീണ്ടും എടി നാശമേ, ഞാൻ വന്നോണ്ടിരിക്കുവാ. താൻ എന്തീ പറയുന്നേ? എന്റെ പൊന്നുമോളെ ചക്കരെ ഒന്നും കാണിച്ചേക്കല്ലേ. ചേട്ടൻ വരുമ്പോഴേ വട മേടിച്ചോണ്ട് വരാം. എടോ താനിത് എന്തീ പറയുന്നേ? ആ കുട്ടിയെ വീട്ടിൽ കൊണ്ട് വിട്ടോ? കുട്ടിയോ? എടോ ആ കൊച്ചിനെ അതിന്റെ വീട്ടിൽ കൊണ്ട് വിട്ടോന്ന്. വിട്ടു സാറേ, വിട്ടു. അയ്യോ വിട്ടില്ല. വിട്ടില്ലേ? പിന്നെ താൻ എന്നാ ചെയ്യുവാ? വിടാൻ വേണ്ടി പോവുക. പിന്നെന്താ വൈകുന്നേ? വിട്ടേക്കാം. എന്റെ പൊന്നു സാറേ വിട്ടോണ്ടിരിക്കുവാ. ഇപ്പൊ വിടും. വിട്ട് കഴിഞ്ഞിട്ട് വിളിച്ചാ പോരായോ? എന്തു പറ്റി? അവൻ ഇതുവരെ കൊണ്ട് വിട്ടിട്ടില്ല. സാർ സാറേ. കട്ട് ചെയ്തോ? എന്റെ കർത്താവേ, എന്റെ ഒരു വിധിയെ മൊത്തം പണിയാണെന്ന്. എന്നാ ഏർപ്പാടാ, എനിക്കൊന്നും അറിയാൻ മേലേ. പണി തന്നാ അതാ വന്നു. പോയി. ആഹാ, അങ്ങനെ വിട്ട പറ്റത്തില്ലല്ലോ. ഒന്ന് ചെന്ന് നോക്ക്. കിടന്നുറങ്ങാനും സമ്മതിക്കല. ഞാനിന്ന് എല്ലാത്തിനെയും തല്ലുകൊല്ലും. ആരാടോ? എന്നടാവേ ഈ മുതു ബാധരാക്കി? സാറേ ഒരു അത്യാവശ്യ കാര്യം പറയാനാ, ഒന്ന് വന്നേ. ഓ സാറേ ഒന്ന് വേഗം വന്നേ, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. എന്നതാടോ കുര്യ ഈ രാത്രിയില്? ഹലോ,
വെച്ചാ മരിച്ചേ. അടക്കം 2 ദിവസം കഴിഞ്ഞേ ഉള്ളൂ. ആ വയ്യാതിരിക്കുമായിരുന്നു. ഇടയ്ക്ക് ഞാനൊന്ന് കണ്ടായിരുന്നു. നമ്മുടെ കൊച്ചിനെയും 2 ചെറുക്കന്മാരെയും കൂടെ തട്ടുകടലെ പിള്ളേർ രാത്രി കണ്ടെന്ന് പറഞ്ഞു. തൽക്കാലം ആരോടും ഇത് പറയണ്ട. അന്തിപ്പറവകളേതോ കര തേടി പൊങ്ങിപ്പറന്നുയരുന്നോ ദൂരെ. ഉണ്ണിച്ചിറകുകൾ കരിയണതറിയാതെ തിരിവിളക്കിലെ തേന്നുകരാം. സങ്കടമകലാൻ പുഞ്ചിരി വിരിയാൻ കണ്ണിൽ പടരുമിയാവേശം. ഇന്നലകളിതാ അങ്ങകലുകയാ എന്നും നിറയുന്നൊരാഘോഷം. പ്രണയമേ മഴ തോരാ പ്രണയമിതുള്ളിലുണ്ടു നിറയെ. കണ്ടില്ലല്ലോ. കര കാണാ കനവുകളാകെ വന്നു നിറയെ. വരണുണ്ടോ വഴി നീളെ പതിലില്ല മലമേലെ. ഒരെണ്ണം പോരെ? 1 മണിക്കൂർ കഴിയുമ്പോൾ 1 റൂം കൂടി വേക്കൻ്റ് ആവും. അത് തരാം. എന്താ സാർ? ഇവരെ റൂം നമ്പർ 110 ശരി പോവാം. ആ ബാഗ് വന്നേക്ക്. ഇല്ല വേണ്ട. സാർ കീ. ഞാൻ പോയിട്ടേ വല്ലതും കഴിക്കാൻ മേടിച്ചിട്ട് വരാം. നീ ഇവിടെ ഇരിക്കേ, ഞാൻ പോയിട്ട് വരാം. സാർ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ റിസപ്ഷനിലൊന്ന് വിളിച്ചാൽ മതി. ഓ ഓ மலையாள பொண்ணு 17 வயசு, நல்லா இருக்கணும், சூப்பரா இருக்கணும். இது 50,000 ரூபா இருக்கு. பொண்ணு சூப்பரா இருந்தா காசு இன்னும் தரேன். என்ன ஏமாத்த மாட்டேன்னு நினைக்கிறேன்.
ഏമാത്തിനാ ഇവനെങ്ക പോയി തൊലച്ചേക്കാം. നീ എന്തത്ര വൈകിയേ? ഞാൻ വൈകിയോണ്ട് കാര്യങ്ങളൊന്നും നടക്കാതിരുന്നില്ലല്ലോ. ഇരുന്ന് തൊലിക്കാതെ വിശക്കുന്നെങ്കിൽ വല്ലതും എടുത്ത് ഞണ്ണടാ. എന്താ മോളുടെ പേര്? ഛേ, നിങ്ങളെല്ലാരും എന്താ ഇങ്ങനെ നിൽക്കുന്നേ? വാ, ഭക്ഷണം കഴിക്കാം. വാ മോളെ. മാറ. മോൾ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? ചേട്ടന്മാരല്ലേ? നീ മാത്രം എന്താ മോനെ ഇങ്ങനെ? ഇവർ രണ്ടുപേരും സഹകരിക്കുന്നുണ്ടല്ലോ. അവനെ കണ്ടാലറിയാം അവനൊരു പിണക്കക്കാരനാണെന്ന്. നീ എന്താ മോനെ ഇങ്ങനെ പിണങ്ങി നിൽക്കുന്നേ? വന്നിരിക്കണം മോനെ. ഒരു പെക്കൊഴിക്കടാ. ശരി, ഓക്കെ.
നിങ്ങളിത് എവിടാ? അറിയില്ല. എവിടാന്ന് പറയടാ. ഹലോ 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 എടാ, നിങ്ങളിത് എവിടെയാന്ന് പറ. ഹലോ, നിങ്ങൾ അവിടെ തന്നെ നിൽക്കും. ഹലോ വേഗം കേറ്. ബാഗിതാ. പോ 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 പോ. ആനന്ദ്, റീത്ത, ആനന്ദ്, ഇത് ഇപ്പോഴെങ്ങാനും തീരുവോ? ഞാൻ എവിടെങ്കിലും പോയി ഫോണൊന്ന് ചാർജ് ചെയ്ത് ഭക്ഷണവും വാങ്ങിയിട്ട് വരാം. നിനക്കൊന്നും പിന്നെ വിശക്കത്തില്ലല്ലോ. നിങ്ങൾ ഫോൺ സ്വിച്ച് ഓൺ ചെയ്യരുത്. ഇതെവിടാ സ്ഥലം? പിന്നെ മാപ്പ് നോക്കിയല്ലേ ഇങ്ങോട്ട് വന്നത്. ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാനോ?
ഞങ്ങളും കൂടെ വരാം. മര്യാദയ്ക്ക് ഞാൻ പറയുന്നതായിട്ട് ഇവിടെ നിന്നോ. ഫോൺ പെരിയാർ ടൗണിന്റെ റേഞ്ചിലാണ് സാർ. ഏതായാലും മൊബൈൽ ടവർ ലൊക്കേറ്റ് ചെയ്ത സ്ഥിതിക്ക് നമുക്ക് അവരെ വളരെ പെട്ടെന്ന് തന്നെ ട്രേസ് ഔട്ട് ചെയ്യാൻ സാധിക്കും. എന്തെങ്കിലും വിവരം കിട്ടിയാൽ നിങ്ങളെ ഞാൻ കോൺടാക്ട് ചെയ്തോളാം. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. ഓക്കെ, ശരി ശരി. സാറാ പോലും പിള്ളേരെ വളർത്താൻ അറിയത്തില്ല. ഇവനൊക്കെയാ നാട്. എന്നാതാടി നിന്ന് മോങ്ങുന്നേ? നിന് തന്ത ചത്തോ? നിന്ന് മോങ്ങാതെ കാര്യം പറയടി. മോൻ വീട്ടിൽ വരാതായിട്ട് 4-5 ദിവസമായി. ഒന്ന് പോയി അന്വേഷിക്കാമോ? ഹലോ 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 ഹലോ, കേൾക്കാമോ? ഞങ്ങൾ എവിടെ എത്തണ്ടേ? നാളെ കഴിഞ്ഞ് രാവിലെ കുമ്മളി വക്കീൽ ഓഫീസിന്റെ മുൻപിൽ വരിക. കാശിന്റെ കാര്യം മറക്കണ്ട. ഹലോ ഹലോ. இன்னைக்கு இவ்வளவுதான். உனக்கு அவ்வளவு போதும். போடி. சரி. எங்க இருக்கடா நீ? போனிலும் கிடைக்கல. 3 ദിവസത്തിനകത്ത് അവിടെ എത്തും. என்னடா லேட் ஆகுது? நான் அங்கே வரணுமா? 2 நாளா நான் வெயிட் பண்ணிட்டு இருக்கு. ഞാൻ വിളിക്കാം. ധൈര്യശാലികൾ. ഉടുപ്പൊന്നും വൃത്തിയേടാക്കരുത്. മാറിയിടാൻ വല്ലതും ഉണ്ടോ? അയ്യടാ, എന്റെ ബാഗിൽ എല്ലാം ഉണ്ട്.
ഇതെന്നാ? അതൊക്കെ ഉണ്ട്, നീ കണ്ടോ. എനിക്കൊന്നും വേണ്ട ഈ കുന്തം ബ്രെഡ്. എനിക്കും വേണ്ട. വിശക്കുന്നേ നീയൊക്കെ എടുത്തു വെച്ച് എന്നാ ഇവിടുന്ന് 40 കിലോമീറ്റർ ഉണ്ട് കുമളിക്ക്. 2 ദിവസം കഴിഞ്ഞ് പോവാം. ഇവിടെ നിൽക്കാനോ? ഈ കാട്ടിലോ? നമുക്ക് പെട്ടെന്ന് പോവാം. ഫോൺ സ്വിച്ച് ഓഫ് അല്ലേ? രജിസ്ട്രേഷൻ കഴിഞ്ഞ് നമുക്ക് ഇവിടുന്ന് പോവാം. ഇവിടെ ആവുമ്പോൾ സേഫാ. മഞ്ഞിൽ മുങ്ങിപ്പൊങ്ങും പുലരികൾ എന്നും നിന്നെ കാണാൻ വരികയായി. ചെല്ലക്കാറ്റ് തെന്നിപ്പോവാതെ ഉള്ളിനുള്ളിൽ പെയ്യു പ്രണയമായി. വിണ്ണിൻ സ്വപ്നം വന്നു പൊതിഞ്ഞിടവേ മണ്ണിൻ നീരൻ മൗനം മന്ദം മുല്ലപ്പൂവായി വന്നു വിടരാറാ എന്നിൽ ഇന്നേതോ മഴയോ വെയിലോ കനവോ മണ്ണിൽ മുങ്ങിപ്പൊങ്ങും പുലരികൾ എന്നും നിന്നെ കാണാൻ വരികയായി. ചെല്ലക്കാറ്റ് തെന്നിപ്പോവാതെ ഉള്ളിനുള്ളിൽ പെയ്യു പ്രണയമായി. വിണ്ണിൻ സ്വപ്നം വന്നു പൊതിഞ്ഞിടവേ മണ്ണിൻ നീരൻ മൗനം മന്ദം മുല്ലപ്പൂവായി വന്നു വിടരാറാ എന്നിൽ മഴയോ വെയിലോ കനവോ ഈരന്മേഘം നീന്തി പോകും പോലെ താഴെ നീങ്ങും തോണി താഴം പോലെ പാറി പാറി പോവും നിന്നിൽ നിന്റെ മോഹം നീർത്തും മന്ദസ്മിതപ്പീലി. ഇരമൊഴിയാതെ നിഴലറിയാതെ പുതുമഴ പോലെ ഇടവഴി നീളെ വരുമിതിലേ തേടി തേടി ഒരു നാദാഹത്തോടെ ഓ മഞ്ഞിൽ മുങ്ങിപ്പൊങ്ങും പുലരികൾ എന്നും നിന്നെ കാണാൻ വരികയായി. ചെല്ലക്കാറ്റ് തെന്നിപ്പോവാതെ ഉള്ളിനുള്ളിൽ പെയ്യു പ്രണയമായി. വിണ്ണിൻ സ്വപ്നം വന്നു പൊതിഞ്ഞിടവേ മണ്ണിൻ നീരൻ മൗനം മന്ദം മുല്ലപ്പൂവായി വന്നു വിടരാറാ എന്നിൽ ഇന്നേതോ മഴയോ വെയിലോ കനവോ ഡാ, നമുക്ക് നാളെ ഇവിടെ നിന്ന് പോകാം. പഴനി വിളിച്ചോ?
എന്നാ? നീ പഴനിയെ വിളിച്ചായിരുന്നോ? ഇല്ല. അത് കൊള്ളാം. പിന്നെ നമ്മൾ എന്നാ ചെയ്യാനാ പരിപാടി? നീ ഒന്ന് മിണ്ടാ കിടക്കുന്നുണ്ടോ? ഇത് കണ്ടോ? ശരിക്കും എന്റെ കൈ പോലെ. നോക്കി. നിനക്കൊന്നും മടുക്കത്തില്ലേ? പ്രേമം, ആരും കാണാത്ത പോലൊരു പ്രേമം.
ഫോൺ എവിടെ? കരയല്ലേ? ഞാൻ ഫോൺ നോക്കിയിട്ട് ഇപ്പൊ വരാം. എനിക്ക് പേടിയാ. ഇവിടെ നിന്ന് മാറല്ലേ, ഇവിടെ തന്നെ നിക്കണേ. ഞാൻ ഇപ്പൊ വരാം. ഹലോ, ഹലോ, ഹലോ ആനന്ദ്, ഞാൻ റീതയുടെ പപ്പയാ. ഹലോ, ഹലോ ആനന്ദ്. പപ്പ, എന്റെ പൊന്നുമോള് കരയരുത്. പപ്പ ഇപ്പൊ എത്തും. മോൾ ആനന്ദിനൊന്ന് ഫോൺ കൊടുത്തേ. ഇപ്പൊ നിങ്ങൾ എവിടാ നിൽക്കുന്നത്? ഹലോ, ഞങ്ങളിപ്പം മലയുടെ അടിവാരത്താണ്. നമുക്ക് കല്യാണം കഴിക്കണ്ടേ? എന്താ ഒരു ഉറപ്പില്ലാത്ത? ഞാൻ നിന്നെ തന്നെ കല്യാണം കഴിക്കും. ഞാനും നിന്നെ തന്നെ കല്യാണം കഴിക്കും. അത് പക്ഷെ ഇപ്പോഴല്ല.
മോനെ, സെബാന്റെ മമ്മിയാ. സെബാനുണ്ടോ അടുത്ത്? ഒന്ന് കൊടുക്കാമോ? ഹലോ ഹലോ. ആഴത്തിലറിയൂ മനമേ, ഹൃദയത്തിനറിയാ വഴിയിൽ പറയൂ 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 ഇനി നീ ഹൃദയത്തിലൊരുകും പ്രണയം, മിഴിനീരിലുണരും വിരഹം പറയൂ പറയൂ ഇനി നീ അന്തിവയിലിൻ നിണ